കീഴാനല്ലൂരിൽ അങ്കണവാടി ടീച്ചർ കുട്ടിയെ മർദ്ദിച്ചതായി പരാതി. പറമ്പിക്കോണം അങ്കണവാടിയിലെ ടീച്ചർ പുഷ്പകലയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പ്രവീൺ നാൻസി ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് പാടുകൾ കണ്ടെത്തി. അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അർജുൻ രാജ വിവരങ്ങൾ പങ്കുവയ്ക്കും. അർജുൻ, ഈ സംഭവങ്ങളൊക്കെ എന്നാണ് നടന്നത്? എത്തരത്തിലാണ് ഇത് പുറത്തേക്കെത്തുന്നത്? ഈ നടപടിയൊക്കെ എത്തരത്തിലാണ്? സംഗീത, ഇന്നലെയാണ് കുട്ടിക്ക് അംഗൻവാടി ടീച്ചറിൽ നിന്ന് മർദ്ദനമേറ്റതായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി കുട്ടി നിർത്താതെ കരയുന്ന സാഹചര്യമുണ്ടായി. ഈ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കൾ പരിശോധിച്ചപ്പോഴാണ് കുട്ടി അംഗൻവാടി ടീച്ചർ മർദ്ദിച്ച കാര്യം രക്ഷിതാക്കളോട് പറയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ മുഖത്ത് പാടുകൾ കണ്ടെത്തി. ആ ചിത്രങ്ങളിൽ കാണാം കൈവിരലുകൾ മുഖത്ത് പതിഞ്ഞ നിലയിലുള്ള ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ കുട്ടിയെ തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ENT ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈ പരിക്കിൽ വേറെ എന്തെങ്കിലും പരിക്ക് ഗുരുതരമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഈ തൈക്കാട് ആശുപത്രി അധികൃതരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിച്ചത്. പിന്നീട് അവർ പരിശോധിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഈ അംഗൻവാടി ടീച്ചറെ വീട്ടിലെത്തി അവരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് അന്വേഷണ വിധേയമായി ഇപ്പോൾ ഈ അധ്യാപിക പുഷ്പകല എന്നാണ് അവരുടെ പേര്, അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണ വിധേയമായിട്ട്. നാൻസി പ്രവീൺ ദമ്പതികളുടെ 2.5 വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് മർദ്ദനം ഏറ്റിട്ടുള്ളത്. മാർനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറമ്പിക്കോണം അംഗൻവാടിയിലാണ് കുട്ടി പഠിച്ചിരുന്നത്. കുട്ടിയെ കൊണ്ടാക്കിയിരുന്നത് അവിടെയാണ്. ആ അംഗൻവാടിയിലെ ടീച്ചറായിരുന്നു പുഷ്പകല. അവരിൽ നിന്നാണ് കുട്ടിക്ക് ഇങ്ങനെ മുഖത്ത് പരിക്കേറ്റ നിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ കുട്ടി രാത്രി ഉറങ്ങിയിട്ടില്ല എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടി നിർത്താതെ കരയുകയായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ടീച്ചർ അടിച്ചതാണ് എന്ന് കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോഴാണ് മുഖത്ത് ഇങ്ങനെ ചോരപ്പാടുകൾ പോലെ കാണുകയും ചെയ്തത്. കൈവിരലുകൾ മുഖത്ത് പതിഞ്ഞ നിലയിലാണ് ആ ചിത്രങ്ങൾ ഉള്ളത്. അങ്ങേയറ്റം ദയനീയമാണ്. നമ്മൾ വിശ്വസിച്ച് കൊണ്ടുചെന്ന് ആക്കുന്ന ഇടമാണ് അംഗൻവാടി. അവിടെ നിന്നാണ് കുട്ടിക്ക് ഈ രീതിയിൽ മർദ്ദനമേറ്റത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. പുഷ്പകല ടീച്ചറിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? എത്ര നാളായി സർവീസിലുള്ള ആളാണ്? മറ്റ് വീട്ടുകാരടക്കമുള്ള അല്ലെങ്കിൽ മറ്റു മാതാപിതാക്കളൊക്കെ ഇവരെ പറ്റി പറയുന്ന അഭിപ്രായമടക്കം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? ഈ അധികൃതർ അവിടെ ഇവരുടെ മൊഴിയെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ അംഗൻവാടി ഹെൽപ്പർ അടക്കമുള്ള ആൾക്കാർ ഉണ്ടാകുമല്ലോ. അവരൊക്കെ ഈ വിഷയത്തെ പറ്റി പറയുന്നത് എന്താണ്? ഒരു നിമിഷം അർജുൻ, ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അച്ഛൻ പ്രവീൺ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. പ്രവീൺ, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവങ്ങൾ നിങ്ങൾ അറിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ വൈകിട്ട് ഒരു 2:45-3 മണിയോടെയാണ് എന്റെ പപ്പയാണ് കുഞ്ഞിനെ വിളിക്കാൻ പോയത്. അപ്പൊ എന്റെ കുഞ്ഞ് മാത്രമല്ല, ചേട്ടന്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ. അപ്പം എപ്പോഴും പോയിരുന്നാലും, ഞാൻ പോയിരുന്നാലും പപ്പ പോയിരുന്നാലും ആര് പോയിരുന്നാലും ഇവളാണ് ആദ്യം ഓടി വരുന്നത്. വന്ന് ചെരുപ്പിടും, അവളുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വരും. അത്ര നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ കുട്ടി. അത് ടീച്ചറും പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടിയാണ് അത്ര ആക്റ്റീവ് ആണെന്ന്. അവിടെ പ്രായത്തിൽ ചെറുതാണെങ്കിലും. അപ്പൊ ഇന്നലെ കുഞ്ഞ് ഓടി അവിടെ വന്ന് അവിടെ അങ്ങ് ഇരുന്ന്, ആ സ്റ്റെപ്പിൽ തന്നെ ഇരുന്ന്, അവള് കോമാ സ്റ്റേജ് പോലെ, ഒന്നും മിണ്ടണമൊന്നുമില്ല. എവിടെ ഇതുവരെ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ചെരുപ്പിടുന്നില്ല, ബാഗ് എടുക്കുന്നില്ല. അപ്പം പപ്പയാണ് ചെരുപ്പൊക്കെ ഇട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നു 3 കുഞ്ഞുങ്ങളെ. കൊണ്ടുവന്ന വഴിക്ക് പശുവിനൊക്കെ കാണിച്ചെന്നിട്ടും ഇവൾ അനക്കമില്ല. മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ വിളിക്കുന്നു, ബഹളം വയ്ക്കുന്നു. അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനും ഭാര്യയും ഇല്ലായിരുന്നു, ജോലിക്ക് വരുന്നു. അപ്പൊ ചേട്ടന്റെ ഭാര്യയാണ് നോക്കുന്നത്. അവള് പോയ ഉടനെ തന്നെ ചേട്ടത്തിന്റെ മടിയിൽ അങ്ങ് കിടന്ന് ചേട്ടത്തി തട്ടിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ തട്ടി അനക്കിയപ്പോഴാണ് ഈ ഒരു കവിളിലെ പാട് കണ്ട് സ്പോട്ടിൽ ടീച്ചറെ വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്തിട്ടില്ല. ആയെ വിളിച്ചപ്പോൾ ആയ അന്ന് ഇന്നലെ ലീവായിരുന്നു. പിന്നെ ആശാ വർക്കറിന്റെ വീട്ടിൽ പോയി. അവിടെ പോയി സംസാരിച്ചപ്പം ആശാ വർക്കർ ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത്. അപ്പൊ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പ്രവീൺ, കുട്ടിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടി എന്തെങ്കിലും തരത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് കാര്യങ്ങളോട്? എന്തെങ്കിലും പറഞ്ഞു പറയാൻ പറ്റിയോ? കുട്ടി പറഞ്ഞ് എന്റെ കൊച്ചും ഈ ചേട്ടന്റെ 2 കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ടീച്ചറാണ് അടിച്ചതെന്ന്. നമുക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നു. ഇത്തരം 2.5 വയസ്സ് മാത്രമല്ലേ കുഞ്ഞിന് പ്രായമുള്ളൂ. അതിൽ നിന്നിട്ട് ടീച്ചർ എന്താണ് പ്രതിരോധമായി പറഞ്ഞു നിന്നതൊക്കെ? ടീച്ചർ പറയുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അവരങ്ങനെ അടിക്കത്തില്ല, അവർക്കും കുഞ്ഞുങ്ങളുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെ ഈ പാട് വന്നു എന്നാണ് അവർ വിശദീകരിക്കുന്നത്? രാവിലെ 9 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 9:30 കഴിയുമ്പോൾ അവിടെ കൊണ്ടാക്കുന്നതാണല്ലോ. അവർക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? അപ്പൊ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് അറിയില്ല, അവിടെ വെച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്.
പിന്നീട് നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പിന്നീട് ഞങ്ങൾ മെമ്പറിനെ അറിയിച്ച്, പ്രസിഡന്റിനെ അറിയിച്ച്, അപ്പൊ അവര് ബാക്കി ചെയ്യാറുള്ള ചെയ്ത്. അപ്പം ഇന്ന് രാവിലെ 10 മണിക്ക് ALMS എന്ന് പറഞ്ഞ അംഗൻവാടിയുടെ എന്തോ ഒരു ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു. അപ്പൊ അവരുമായിട്ടൊരു ചർച്ച ഇന്ന് നടത്തി 10 മണിക്ക്. പക്ഷെ അതിലും അവർ വന്ന് താൽക്കാലികമായിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്ത്. ഈ ടീച്ചറുടെ ഒരു രീതി എങ്ങനെയായിരുന്നു? മുമ്പും ദേഷ്യക്കാരിയായ ടീച്ചറാണോ? മുൻപും കുട്ടി ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ടീച്ചറിനെ കണ്ടാലും ഒരു വശവശൊക്കെ തോന്നുന്നു. അവരൊരു വല്ലാത്തൊരു ടൈപ്പാണ്. എത്ര നാളായി കുട്ടി അവിടെ പഠിക്കുന്നു? ഇപ്പോ ഈ സ്കൂൾ തുറപ്പേ ജൂൺ ജൂലൈയിലൊക്കെയാണ് കൊണ്ടാക്കിയത്. അന്ന് മുതൽ കുട്ടിക്ക് അവിടെ പോകാൻ ഇഷ്ടമായിരുന്നു? അതോ ടീച്ചറിനോട് നല്ല രീതിയിൽ? നല്ല ഇഷ്ടമായിരുന്നു. ടീച്ചറുമായിട്ട് നല്ല ഹാപ്പിയാണ്. ഈ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഹാപ്പിയാണ്. പക്ഷെ ഇന്നലെ തൊട്ടാണ് ഈ ഒരു പ്രശ്നം. അപ്പൊ ഇന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് അവർ വിളിച്ചെടുത്ത് പോയപ്പം ആയ വന്ന് 3 കുഞ്ഞുങ്ങളെയും അങ്ങോട്ട് ആഹാരം കഴിക്കാൻ വിളിച്ചു. പക്ഷെ ഈ 3 കുഞ്ഞുങ്ങളും പോയിട്ടില്ല. അവരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഭയം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അത് ഈ ഓഫീസിൽ നിന്ന് വന്ന ആ 2 മേഡം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കണ്ടോണ്ടിരുന്നിട്ട് അവര് തന്നെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ വിടണ്ട, പേടിയായിരിക്കും, മാറ്റാൻ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട് കുഞ്ഞിന്റെ പ്രതികരണം, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി ഒക്കെ എത്തരത്തിലുണ്ട്? ആക്റ്റീവായോ? കുഞ്ഞിന് ഇപ്പം വലിയ കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ENT കാണിക്കാൻ തക്കാട് പോയിരുന്നു. അപ്പൊ അവിടെ ENTയുടെ ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും നടപടി, മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ മുകളിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? എന്താണ് നിങ്ങൾ അക്കാര്യത്തിൽ കരുതുന്നത്? പ്രതീക്ഷ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് മുന്നോട്ട് പോയാലല്ലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ശരി, പരാതി നൽകുമോ? പരാതി ഞങ്ങൾക്കിപ്പോ ENT ടെസ്റ്റ് കൂടെ എടുത്ത് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് പോലീസിൽ അടക്കം പരാതി നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആ രീതിക്ക് മുന്നോട്ടേക്ക് പോകാനാണോ ഉദ്ദേശിക്കുന്നത് കുടുംബം? പരാതി കൊടുക്കാം. കാരണം ഇവരിപ്പം കുറ്റം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, വളരെയധികം നന്ദി ശ്രീ പ്രവീൺ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അർജുൻ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ കേട്ടു. ഇക്കാര്യത്തിൽ ഒരു അംഗനവാടി ടീച്ചർ ഇങ്ങനെയൊരു പെരുമാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്കും ദുരൂഹമായി തന്നെ നിൽക്കുകയാണ്. ഇതിൽ ഇനി സസ്പെൻഷൻ അപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ, ഇതിലൊരു കാര്യക്ഷമമായ ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പിന്റെ ഒക്കെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കാനാവുമോ? എന്താണ് അത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? സംഗീത, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്തായാലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ അധ്യാപികയെ പുഷ്പകല എന്ന് പറയുന്നവരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടും ഉണ്ട്. ഇനി പോലീസിൽ പരാതി നൽകാനാണ് ആലോചിക്കുന്നതെന്നാണ് പ്രവീൺ, ഈ കുട്ടിയുടെ അച്ഛൻ, പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ അവരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരും സർക്കാരിനും എന്ന് കരുതാം. നേരത്തെ പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഭയങ്കര ആക്റ്റീവായിരുന്ന കുട്ടിയാണ് അംഗൻവാടിയിലടക്കം. ആ കുട്ടിക്കാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനമേൽക്കുന്ന തരത്തിലേക്ക് പോയത്. പിന്നീട് കുട്ടി മോശം സാഹചര്യത്തിലായി എന്ന് പറയുന്നു. അധികം സംസാരിക്കാതെയൊക്കെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞത്. അതിനുശേഷമാണ് അവർ കൂടുതൽ പരിശോധന നടത്തുകയും ഈ പരിക്ക് പറ്റിയതായി കണ്ടെത്തുകയും ചെയ്തത്. തൈക്കാട് ആശുപത്രിയിലാണ് കുട്ടിയെ ആദ്യം കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് ആശുപത്രി അധികൃതരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ പരാതിയുമായി കുടുംബം മുൻപോട്ടേക്ക് പോകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. ആ കുട്ടിയുടെ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത് എത്രമാത്രം ആണ് അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ കൂടുതൽ നിജസ്ഥിതി അറിയേണ്ടതുണ്ട്. അർജുൻ രാജാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.